നിങ്ങളുടെ ഐഫോണിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന വാട്ടർ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ലിക്വിഡ് ഡിറ്റക്ഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഫോണിനെ സേവ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ആ വാട്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് കണ്ടന്റ് എങ്ങനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്നുണ്ടെങ്കിൽ നമ്മൾ ഐഫോൺ യൂസേഴ്സ് കുറേ കാലങ്ങളായിട്ട് ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരോട് വേണ്ടിയിട്ടല്ല. ഇപ്പം ഞങ്ങളൊരു പുതിയൊരു ഐഫോൺ എടുക്കുകയാണ്, ഇപ്പം മഴക്കാലമൊക്കെ അല്ല, അപ്പോൾ നിങ്ങളുടെ ഫോണിൽ വെള്ളം കയറാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം കയറുന്ന സമയത്ത് നമ്മൾ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഫസ്റ്റ് ടൈം കാണിച്ചത്. എന്താ കാണിച്ചത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം, ഞാൻ ജസ്റ്റ് വായിക്കാം. ചാർജിങ് നോട്ട് അവൈലബിൾ, liquid has been detected in the lightning connector, disconnect to allow the connector to dry, charging now may damage your phone. ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. എമർജൻസി ഓവർ ഹെഡ് എന്ന് കാണിച്ചിട്ട് ഡിസ്മിസ് എന്നുണ്ട്. അപ്പം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ ഐഫോൺ എടുത്തിട്ട് നമ്മൾ ഒരു കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ വാട്ടർ റെസിസ്റ്റൻസ് ഉള്ള ഈ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്ര രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഫോണിൽ നമ്മൾ കേട്ടുള്ളത് വെള്ളം തട്ടിയാലോ ഒന്നും ഉണ്ടായാലും ഒരു പ്രശ്നമില്ല, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് വരെ വീഡിയോ എടുക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് എനിക്കിത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോൻ്റെ ഉള്ളിൽ ഒരു ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ വാട്ടർ പ്രൂഫ് എന്നാണ്. അപ്പോൾ അതിൽ കുറേ പേര് എനിക്ക് അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ടൈമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാണ് ഇത്. കുറേ പേരെന്നോട് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ഐഫോൺ യൂസേഴ്സിന്, അതൊരു ചെറിയൊരു അലർട്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടായത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ വന്നു, ഞാൻ ഡ്രൈ ആവുമെന്ന് ചോദിച്ചു. ഞാൻ എന്നോട് കുറേ പേര് ഷോർട്സ് ചെയ്ത സമയത്ത് എനിക്ക് മെസ്സേജ് ഉണ്ടായി, ചേട്ടാ അത് ബ്ലോവർ എടുത്തിട്ട് അല്ലെങ്കിൽ ഡ്രയർ എടുത്തൊന്ന് ഹീറ്റ് ചെയ്താൽ റെഡിയാവും, അല്ലെങ്കിൽ കുറച്ച് നേരം തലകുത്തനെ വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും, അരിയിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും. അങ്ങനെ കുറഞ്ഞിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തെന്താണെന്നും എൻ്റെ ഫോൺ ഇപ്പോൾ റെഡി ആയിട്ടോ. അപ്പോൾ ഇതെന്തൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ എൻ്റെ സെൻസർ വർക്കാവുന്നതാണ്. എന്താ പറയുക, നമ്മുടെ ചാർജിങ് സ്ലോട്ടിൻ്റെ ഉള്ളിലോ ചെറുതായിട്ട് വെള്ളാംശമോ അല്ലെങ്കിൽ സ്പീക്കർ ഗില്ലിൻ്റെ അവിടെ ചെറുതായിട്ട് വെള്ളം ഒക്കെ തട്ടുകയാണെങ്കിൽ ഉള്ളിലേക്ക് പോയിട്ടില്ല. ബട്ട് അത് ഉള്ളിലേക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോകുമെന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഫോൺ ഡാമേജ് ആവാൻ സാധ്യത ഉണ്ടെന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എമർജൻസി ഓവർ റൈഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു എമർജൻസിയാണ്, നമ്മുടെ ഫോൺ ഓഫ് ആകുമ്പോഴാണെങ്കിൽ നമുക്ക് നേരിട്ട് വേണമെങ്കിൽ ചാർജിങ്ങിലേക്ക് കൊടുക്കാം. ഇത് കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ ചാർജ് കയറില്ല കേട്ടോ. അപ്പോൾ ഈ ഓവർ റൈഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് എമർജൻസി സിറ്റുവേഷനാണ് ചാർജ് കയറും. അപ്പോൾ നമ്മുടെ ഫോൺ ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത കാര്യം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് ഡ്രെയിൻ ആവുമെന്ന് ചോദിച്ചിട്ട് ഡ്രെയിൻ ആയില്ല. അതെനിക്ക് ഡ്രെയിൻ ആയില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാണിക്കുന്ന ചാർജ് ചെയ്യാൻ വീണ്ടും ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് എഴുതി കാണിക്കുന്നത് ഇതേ സെയിം തന്നെയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് മാറ്റി അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ലിക്വിഡ് ഹാസ് ബീൻ ഡിറ്റക്റ്റഡ് ലൈറ്റ്നിങ് കണക്ട് സെവറൽ അവേഴ്സ് എന്നും കൂടെ എഴുതി കാണിച്ചു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ ഒന്നും പേടിച്ചു. ഞാൻ സർവീസ് സെൻറ്ററിലേക്ക് ശനിയാഴ്ച ഉണ്ടായത്. അപ്പോൾ ഞായറാഴ്ച ആയിരുന്നു ആ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു റെഡി ആവും അല്ലെങ്കിൽ തിങ്കളാഴ്ച സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെയിലൊന്നും ഉദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് നമ്മുടെ ജനലേറെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് നേരം വെച്ചു. നിങ്ങൾ അങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല വെയിലാണെങ്കിൽ ഫോൺ ഡാമേജ് ഓവർ ഹീറ്റായിട്ട് അതിൻ്റെയും എഴുതി കാണിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ 1 മിനിറ്റോ 1.5 മിനിറ്റോ വെയിലുള്ള സമയത്ത് നമ്മൾ അടുത്ത് നിന്ന് തന്നെ ഈ ഫോൺ വെക്കണം. അധികം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഫോണും ഡാമേജോ അത്ര ഹീറ്റായി മാറും. അപ്പോൾ ഒരു മിനിറ്റോളം ഞാൻ 1.5 മിനിറ്റോ 2 മിനിറ്റോളം ഞാൻ നേരെ സൺലൈറ്റിലല്ല കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ജനലേറെ ഇതിൽ കൂടെ വെയിലടിക്കില്ലേ, അപ്പോൾ ആ ഭാഗത്താണ് വെച്ചത്. ഒരു 1.5-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണൊന്ന് എന്താ ടെമ്പറേച്ചർ അപ്പം അങ്ങനെ വെച്ചപ്പോൾ തന്നെ ടെമ്പറേച്ചർ നല്ല വെയിലുണ്ടായിരുന്നു. വെച്ചപ്പോഴേക്കും 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സാധാരണ നോർമൽ രീതിയിൽ ഫോൺ വന്നു. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ വെയിലത്ത് വെച്ചിട്ട് ഫോൺ വെച്ച് പോകരുത്, നിങ്ങളുടെ ഫോൺ ഡാമേജ് ആവും. ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂടൊന്ന് പോകണവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ റെഡിയായി. അപ്പോൾ ഫോണ് കേടായൊന്നും അല്ല, വെള്ളം കയറുമെന്ന് വെച്ച് പേടിച്ചിരിക്കുന്ന എന്നെ പോലുള്ള ഐഫോൺ യൂസേഴ്സിന് ഇതൊരു നല്ലൊരു ഇൻഫോർമേഷൻ ആയിരിക്കും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഫോണിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് ഡിസ്പ്ലേയും കംപ്ലൈൻറ്റ് ആവില്ല. നിങ്ങളൊന്ന് അത് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റെഡി ആവുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.